ജോലി തേടുന്നവരൊക്കെ ഇപ്പോൾ ഒരു ജോലി അന്വേഷണം നടത്തുന്ന ആൾക്കാരൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഗതിയാണ് ലിങ്ക്ഡിൻ. സോ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ലിങ്ക്ഡിനിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അത് ജോബ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ലിങ്ക്ഡിൻ വഴി അപ്ലൈ ചെയ്യാം. ലിങ്ക്ഡിൻ വഴി ജോലി കിട്ടാൻ എളുപ്പമാണ് എന്നിങ്ങനെ പലയിടത്തുനിന്നും പല വിവരങ്ങളും കേൾക്കുന്നതനുസരിച്ച് ആൾക്കാരൊക്കെ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ എടുത്ത് പറയാനായിട്ടുള്ളത് എങ്ങനെയാണ് ലിങ്ക്ഡിൻ നമുക്ക് ജോലി കിട്ടാൻ ഹെൽപ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് ലിങ്ക്ഡിനായിട്ട് ബന്ധപ്പെട്ട പല വീഡിയോസിലും പറഞ്ഞതുപോലെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെറുതെ ഇടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും ഇല്ല. രണ്ട് മേജർ ഭാഗങ്ങളുണ്ട്. ഒന്ന്, പ്രൊഫൈൽ വളരെ കംപ്ലീറ്റ് ആയിരിക്കുക, അതിനകത്തുള്ള നമുക്കുള്ള എല്ലാ ഇൻഫർമേഷനും ആഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് എൻഗേജ്മെൻറ്റ്സ്, കണക്ഷൻസ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഒരു റെസ്യൂമെയിൽ നിന്ന് ഒരു റിക്രൂട്ടർ ഒരു ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക്ഡിൻ അക്കൗണ്ടിലേക്ക് ചെല്ലുമ്പം ഈ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ് നമ്മുടെ സംരംഭത്തിൽ ജയറാമിൻ്റെ ഒരു ഫാം തുറക്കുന്നത് പോലെയാണ്. ബ്ലാങ്ക് ആണ്, ഒന്നുമില്ല. റെസ്യൂമേലുള്ള എല്ലാ ഇൻഫർമേഷനും കംപ്ലീറ്റ് ലിങ്ക്ഡിനിൽ ഉണ്ടാവണം. ഇതെല്ലാം നമുക്ക് കൊടുക്കാനുള്ള സ്പേസ് ആണ്. അതുകൂടാതെ എക്സ്ട്രാ ഇൻഫർമേഷനും ലിങ്ക്ഡിനിൽ നിന്ന് ഒരാൾക്ക് എടുക്കാനുണ്ടാവണം. സോ ആ തരത്തിലായിരിക്കണം നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാവുക. അതാണ് അടിസ്ഥാനം. സോ ഇത് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഒരു റിക്രൂട്ടറെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള കോണ്ടന്റിൻ്റെ സൈഡിലാണ്. അതായത് നമ്മൾ എത്രത്തോളം കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. റെസ്യൂമിൽ നമുക്ക് ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. സോ ലിങ്ക്ഡിനിൽ നമുക്ക് കുറേ കൂടെ ക്യാഷ്വലായിട്ട് കണ്ടന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, കുറച്ചും കൂടി എലാബറേറ്റഡ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കവർ ഫോട്ടോ വഴി നിങ്ങളുടെ എക്സ്പെർട്ടീസ് കൺവേ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ഹെഡ്ലൈൻ വളരെ കമ്പല്ലിംഗ് ആയിട്ട് കൊടുക്കാം. എബൌട്ട് എന്നൊരു പറയുന്നൊരു ഭാഗം 2200 ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാം. അത്രയും ആൽഫബറ്റ്സ് എന്നുള്ളതാണ് ക്യാരക്ടേഴ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരുപാട് എലാബറേറ്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാ വിവരങ്ങളും അതിൽ കൊടുക്കാം. നിങ്ങളുടെ സ്കിൽസ് മുതൽ എക്സ്പീരിയൻസ് മുതലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുപാട് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ലിങ്ക്ഡിൻ തരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുക്കാവുന്ന എന്തൊക്കെ കൊടുക്കാമോ അതെല്ലാം കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കേഷൻസ്, നിങ്ങളെടുത്ത് പഠിച്ചിട്ടുള്ള കോഴ്സസ്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും കൊടുക്കാം. അതോടൊപ്പം കുറച്ച് കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 കണക്ഷൻസ് ഉണ്ടാവുക. ആൻഡ് കുറച്ച് എൻഗേജ്മെൻറ്റ്സ്, കുറച്ച് പോസ്റ്റുകളോ റീഷെയറിങ്ങുകളോ ലൈക്കോ കമൻറ്റോ ഒക്കെ ചെയ്യുന്നതൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഇതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് സം ക്രെഡിബിലിറ്റി. ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത. സോ നമ്മളൊരു റെസ്യൂമെ വായിക്കുന്ന സമയത്ത്, ഞാനൊരു റിക്രൂട്ടറായിട്ട് ഇരിക്കുമ്പോൾ ഒരു റെസ്യൂമെ വായിക്കുമ്പോൾ എനിക്കവിടെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഈ റെസ്യൂമിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത്. അല്ലേ, അല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഇല്ല. അതല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കൺവിൻസ്ഡ് ആവാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടോ നോക്കാൻ പറ്റും. ഞാനൊരു 2013 റിക്രൂട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ആ സമയത്തൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്യൂമിൽ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് വാസ്തവമാണോ എന്നറിയാൻ അതിലെ മറ്റ് കണ്ടന്റുമായിട്ടൊന്ന് കൂട്ടി വായിച്ചു നോക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കിൽസ്, ഒരാൾ ലീഡർഷിപ്പ് സ്കിൽ നിന്ന് റെസ്യൂമിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കരിയറിൽ എവിടെയെങ്കിലും, ജോലിയിലാവാം, പഠിത്തത്തിൻ്റെ സമയത്താവാം, വോളണ്ടിയറിംഗിൽ എവിടെയെങ്കിലും ഒരു ലീഡർഷിപ്പ് സ്കില്ല് പുള്ളി ഉപയോഗിച്ചതായിട്ട് കാണിക്കുന്നുണ്ടോ. എന്നാൽ ലിങ്ക്ഡിൻ നമുക്ക് അതിനപ്പുറം ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് ടു ക്രിയേറ്റ് സം ക്രെഡിബിലിറ്റി. ഓക്കെ, സോ അത് മേജറായിട്ട് വരുന്നത് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന്, നമ്മളുടെ പ്രൊഫൈലിൽ സ്കിൽസ് എന്നൊരു ഭാഗത്ത് കൊടുക്കുന്ന സമയത്ത് പൊതുവെ നമ്മൾ എന്താ ചെയ്യുക, റെസ്യൂമിലെ പോലെ തന്നെ നമുക്ക് ലിങ്ക്ഡിനിൽ സ്കിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡ്രോപ്പ് ഡൗണിൽ വരുന്നു, നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ ഡ്രോപ്പ് ഡൗണിൽ വരുന്നു, ക്ലിക്ക് ചെയ്യുന്നു, അതവിടെ വന്നു. ഇതിന് മറ്റൊരു ഫേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫൈലിലുള്ള സ്കിൽസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് ചെയ്യാവുന്നൊരു കാര്യം, എൻ്റെ കൊളീഗ്സിനോടോ എൻ്റെ കോവർക്കേഴ്സിനോടോ എൻ്റെ മാനേജറിനോടോ, അതായത് എനിക്കൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ വർക്ക് സൈറ്റിൽ അറിയാവുന്ന ആൾക്കാർ, എൻ്റെ കൂടെ മുൻപത്തെ ജോലിയിൽ വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കാം, അവരോടൊക്കെ പറയാം എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒന്ന് നോക്കിയിട്ട് അതിലെ സ്കിൽസിൽ എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സ്കിൽസ് ഒന്ന് എൻഡോസ് ചെയ്യാമോ എന്ന് റിക്വസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ടീം ലീഡായിരുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ലീഡർഷിപ്പ് സ്കിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇപ്പോഴത്തെ കമ്പനിയിലായിരിക്കും, അല്ലെങ്കിൽ മുമ്പിലത്തെ കമ്പനിയിലായിരിക്കാം, എൻ്റെ ടീമിൽ ഉണ്ടായിരുന്ന ആൾക്കാരോട് ഇങ്ങനത് ആവശ്യപ്പെടുകയാണെങ്കിൽ, ഇഫ് ദേ തിങ്ക് ഞാനൊരു നല്ല ടീം ലീഡർ ആയിരുന്നു എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സ്കില്ലിനെ എൻഡോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വോട്ട് ചെയ്യുന്ന പോലെ, ഞാൻ അപ്രൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനും പിന്താങ്ങുന്നു എന്ന രീതിയിൽ. സോ ഒരാൾ ആ സ്കിൽ എൻഡോഴ്സ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പം എൻ്റെ ലീഡർഷിപ്പ് എന്നുള്ള സ്കില്ലിന് ഒരു എൻഡോഴ്സ്മെൻ്റ് ആയി. അങ്ങനെ എൻ്റെ ടീമിലുള്ള 10 പേര് ചെയ്ത് കഴിഞ്ഞാൽ 10 എൻഡോഴ്സ്മെൻറ്റ്സ് ആയി. ഇനി എൻ്റെ മാനേജർക്കും അറിയാമായിരുന്നു, അതായത് ഞാൻ എൻ്റെ താഴെയുള്ള ടീമിനെ നന്നായിട്ട് ലീഡ് ചെയ്തിരുന്നു പുള്ളിക്ക് അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ പുള്ളിക്കും എൻഡോഴ്സ്മെൻറ്റ് ചെയ്താൽ സാധിക്കും. ഇനി നാളെ വേറൊരാൾ എൻ്റെ കൂടെ പഠിച്ച കോളേജിലോ സ്കൂളിലോ പഠിച്ച ഒരാളായിരിക്കാം, ഞാൻ അവിടെ എന്തെങ്കിലും ക്ലബ്ബിലെ ആക്ടിവിറ്റീസിലൊക്കെ ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർമ്മയിൽ അയാൾ നമുക്ക് ലീഡർഷിപ്പിൽ എനിക്കൊരു എൻഡോഴ്സ്മെൻറ്റ് തരുന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്പർ കൂടുന്നു. സോ ഈ ഒരു എൻഡോഴ്സ്മെൻറ്റ്സ് എന്ന് പറയുന്നത്
കുറച്ച് ആൾക്കാർ, നമ്മുടെ മറ്റ് കൊളീഗ്സ് ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഓക്കെ ഇയാൾക്ക് ഈ സ്കില്ലുണ്ടെന്ന് അവരും കൂടെ വെരിഫൈ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ എൻഡോഴ്സ്മെൻറ്റ്സ്. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മുതലെടുക്കാതിരിക്കുക. എല്ലാവരുടെയും ഈ പറഞ്ഞ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് എൻ്റെ ഈ 10 സ്കില്ല് എൻഡോസ് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു പാറ്റേൺ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഒറിജിനലാണോ അല്ല എന്നുള്ളതൊക്കെ. തന്നെയല്ല, റാൻഡമായിട്ടുള്ള ആരെങ്കിലും എൻഡോസ് ചെയ്യാതെ നമ്മളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗായിട്ടുണ്ടായിരുന്ന ആൾക്കാർ തന്നെ എൻഡോസ് ചെയ്യുമ്പോഴാണ് അതിനൊരു വാല്യൂ ഉണ്ടാകുന്നത്. ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ വന്നിട്ടുള്ള എൻഡോസ്മെൻറ്റ്സിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ലൈനും കൂടി ലിങ്കിന് ഓട്ടോമാറ്റിക്കലി കാണിക്കും. ഇപ്പം ഉദാഹരണത്തിന് 20 എൻഡോസ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ 9 പേര് ഇവോൾവേഴ്സിൽ നിന്നുള്ളവരാണ് എന്ന് കാണിക്കും. അതായത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന 9 പേരാണ് ഈ ഒരു സ്കിൽ എൻഡോസ് ചെയ്തിട്ടുള്ളത്, വിച്ച് മീൻസ് അത് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കൂട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും റാൻഡമായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് വെറുതെ എൻഡോസ്മെൻറ്റ്സ് ചെയ്യിപ്പിക്കാതിരിക്കുക, വെറുതെ പോയി എല്ലാ സ്കില്ലേയും എൻഡോസ് ചെയ്യിപ്പിക്കാതിരിക്കുക, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഇത് നമ്മുടെ സ്കിൽസ് നമുക്കിതുള്ളതാണെന്നുള്ളത് അവർക്കൊരു ബോധ്യം കൊണ്ടുവരാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ഇതുപോലെ രണ്ടാമത്തെ ഭാഗമാണ് റെക്കമെൻഡേഷൻസ്. ലിങ്ക്ഡിനിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാവുന്നത് ഒന്നാണ് റെക്കമെൻഡേഷൻസ് എന്നുള്ളത്. ജസ്റ്റ് ലൈക്ക് ഗൂഗിൾ റിവ്യൂസ് ഒക്കെ പോലെ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നത് പോലെയൊക്കെയാണ് നമ്മളൊരു റെക്കമെൻഡേഷൻ നമുക്ക് കാണാവുന്നത്. സോ ഒരു ടെസ്റ്റിമോണിയിൽ എഴുതി കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈവൻ കുറച്ചും കൂടി ഒരു ജോബ് സീക്കറിനോ ഒരു സ്റ്റുഡൻറ്റിനോ ഒക്കെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അവിടെയും ഈ പറഞ്ഞതുപോലെ നമ്മളുമായിട്ടൊരു വർക്കിംഗ് റിലേഷൻ ഉള്ള ആൾക്കാരാണ് നമ്മളുടെ അടുത്തത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിലും കുറച്ച് വാല്യൂ കൂടുതലുണ്ടാവുന്നത് നമ്മുടെ സെയിം പൊസിഷനിൽ വർക്ക് ചെയ്ത ആൾക്കാരെക്കാട്ടിലുപരി നമ്മളുടെ സീനിയറായിട്ടുണ്ടായിരുന്ന നമ്മുടെ മാനേജറോ ടീം ലീഡോ നമ്മുടെ ക്ലയൻറ്റ് സൈഡിലെ ഒരാളോ ഈവൻ നമ്മുടെ ക്ലയൻറ്റിൽ ഡയറക്റ്റ്ലി ആയിട്ടുള്ള ഒരാളോ ഒക്കെ ആവാം. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു റെക്കമെൻഡേഷൻസ് വരുമ്പോൾ അത് കുറച്ച് വാല്യൂ ഉണ്ടാവും. പ്രത്യേകിച്ച് അവർ ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഹെൽപ്ഫുള്ളായിരിക്കും. സോ ഞാൻ ഇന്നയാളുമായിട്ട് വർക്ക് ചെയ്തിരുന്നു, ഇന്നയാൾ ഇന്ന രീതിയിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്കിൽസൊക്കെ വളരെ നോട്ടബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് അവരൊരു റെക്കമെൻഡേഷൻ തരുമ്പം അത് വായിച്ച് നോക്കുമ്പോഴും ഹെൽപ്ഫുള്ളാവും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്നത് പോലെ തന്നെ ആ റെക്കമെൻഡേഷൻ കിട്ടുന്നത് ആരുടെ പ്രൊഫൈലിൽ നിന്നാണ് എന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കണക്ഷൻസിൽ, അതായത് ലിങ്ക്ഡിൻ കണക്ഷൻസിൽ ആക്റ്റീവായിട്ട് ലിങ്ക്ഡിൻ യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങളുടെ കൊളീഗ്സോ അല്ലെങ്കിൽ മുംബൈയിലുള്ള മാനേജേഴ്സോ ഇപ്പോഴത്തെ മാനേജേഴ്സോ ക്ലയൻസോ ആരെങ്കിലുമൊക്കെ ആക്റ്റീവ് ലിങ്ക്ഡിൻ യൂസേഴ്സ് അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് റെക്കമെൻഡേഷൻസ് ചോദിക്കുക. അതും ജെന്യുവിനായിട്ട് ഒരു റെക്കമെൻഡേഷൻ തരാൻ പറ്റുന്ന തരത്തിൽ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്, ഒരു റിലേഷനുള്ള ആൾക്കാരോട് ചോദിക്കുക. ഇത് നമുക്ക് ഒരു ക്രെഡിബിലിറ്റി കൂട്ടും. സോ എപ്പോഴും നമ്മളുടെ കണ്ടന്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ക്രെഡിബിലിറ്റി. അതായത് പൊതുവേ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂവറായിട്ടിരിക്കുന്നു, ഇപ്പം നിങ്ങളൊരു റെസ്യൂമേ അയക്കുന്നു, നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് കാണാൻ മാർഗമുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഗസ് വർക്കിൽ കൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ഇൻട്രാക്ഷനിൽ നിന്നാണ് എനിക്ക് നിങ്ങളുടെ ഒരു ക്വാളിറ്റി സ്കിൽസൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് സ്കിൽസും ക്വാളിറ്റീസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് ഇൻ്റർവ്യൂവിന് മുമ്പ് തന്നെ ലിങ്ക്ഡിൻ വഴി. അതായത് നമ്മളെ ഇൻ്റർവ്യൂവിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസസ് ഇവിടുത്തെ ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടും. സോ ലിങ്ക്ഡിൻ കണ്ടന്റ് മാക്സിമം അപ്ഡേറ്റ് ചെയ്യുക, എൻഗേജ്മെൻറ്റ്സ് കൊണ്ടുവരാൻ നോക്കുക, കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. അലോങ് വിത്ത് ദാറ്റ് നമ്മളുടെ സ്കിൽ എൻഡോഴ്സ്മെൻറ്റ്സും റെക്കമെൻഡേഷൻസും പോലെ ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ കൂടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. ഇതാണ് ഇന്ന് ലിങ്ക്ഡിനെ പറ്റി പറയാനായിട്ടുള്ളത്. സോ ലിങ്ക്ഡിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ഇത് ലിങ്ക്ഡിൻ ക്ലബ് എന്നൊരു പ്ലേലിസ്റ്റിലാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ലിങ്ക്ഡിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പ്ലേലിസ്റ്റിൽ പല വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെയും ചെക്ക് ചെയ്യാം. സോ റിക്രൂട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റാണ് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ സംസാരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഒപ്പം റെസ്യൂമെ പ്രിപ്പറേഷൻ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ ഓർ മോക്ക് ഇൻ്റർവ്യൂ തുടങ്ങിയ സർവീസസിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.